വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച അങ്കമാലി സ്വദേശി ബിൽജിത്തിൻ്റെ ഹൃദയം ഇനി കൊല്ലം സ്വദേശിയായ 13-കാരിയിലൂടെ ജീവിക്കും. നെടുമ്പാശ്ശേരി കരിയാട് ദേശീയപാതയിൽ സെപ്റ്റംബർ 2-ന് രാത്രിയിൽ ബിൽജിത്ത് സഞ്ചരിച്ച ബൈക്കിൽ ലോറി ഇടിച്ചാണ് അപകടം നടന്നത്. ഉടൻ തന്നെ അങ്കമാലി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. തുടർന്ന് ബന്ധുക്കൾ അവയവദാനത്തിന് സമ്മതം നൽകി. 3 വർഷമായി ഹൃദ്രോഗത്തിന് ചികിത്സയിലായിരുന്നു കൊല്ലം സ്വദേശിനിയായ 13-കാരി. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് മടങ്ങിയ കുട്ടിയുടെ കുടുംബത്തെ ഇന്നലെ വൈകിട്ട് 3 മണിക്കാണ് ലിസി ആശുപത്രി അധികൃതർ വിളിക്കുന്നത്. വൈകിട്ട് 7 മണിക്ക് മുൻപ് എറണാകുളത്ത് എത്താനായിരുന്നു നിർദ്ദേശം. എയർലിഫ്റ്റ് ചെയ്യാൻ കാലതാമസം വരുമെന്നതിനാൽ വന്ദേ ഭാരതിലായിരുന്നു കുട്ടി എറണാകുളത്ത് എത്തിയത്. കുട്ടിയുടെ പരിശോധനകൾ പൂർത്തിയാക്കി രാത്രി 11:30-ഓടെ ശസ്ത്രക്രിയയ്ക്ക് ലിസി ആശുപത്രി അധികൃതർ തയ്യാറായി. അതേസമയം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെത്തി പരിശോധന നടത്തിയ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിൻ്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ബിൽജിത്തിൻ്റെ ഹൃദയം കുട്ടിക്ക് അനുയോജ്യമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് റോഡ് മാർഗം അതിവേഗം ഹൃദയം ലിസി ഹോസ്പിറ്റലിൽ എത്തിച്ചു. രാത്രി 1 മണിക്ക് ആരംഭിച്ച ശസ്ത്രക്രിയ 4 മണിയോടെ അവസാനിച്ചു. 13-കാരി സുഖം പ്രാപിച്ചു വരുന്നു. പുഴയിൽ മാലിന്യം തള്ളിയതിന് മൂന്നാർ ലോഡ്ജ് ഉടമയ്ക്ക് പഞ്ചായത്ത് പിഴ ചുമത്തിയത് 50,000 രൂപ. ഇതിനെതിരെ ഉടമ ഹൈക്കോടതിയെ സമീപിച്ചതോടെ മാലിന്യം തള്ളിയതിന് 500,000 രൂപ പിഴ ഒഴിവാക്കണമെന്ന ഹർജി ഹൈക്കോടതി 1 ലക്ഷമാക്കി തീർപ്പാക്കി. നൈറ്റ് ഡ്യൂട്ടിക്കിടെ വയനാട് സുഗന്ധഗിരി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിൽ വെച്ച് വനിതാ ബീറ്റ് ഓഫീസർക്ക് നേരെ പീഡന ശ്രമം. സഹപ്രവർത്തകനായ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർക്കെതിരെയാണ് വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരാതി നൽകിയിരിക്കുന്നത്. സുഗന്ധഗിരി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ രതീഷ് കുമാറിനെതിരെയാണ് പരാതി. CPM നേതാക്കൾക്കെതിരെയുള്ള ശബ്ദരേഖ ചോർച്ച വിവാദത്തിൽ DYFI ജില്ലാ സെക്രട്ടറി VP ശരത്തിനെതിരെ പാർട്ടി നടപടി വരുമെന്നാണ് സൂചന. വിഷയത്തിൽ വിശദീകരണം നൽകാൻ 3 ദിവസത്തെ സാവകാശം നൽകും. CPM നേതാക്കൾ വലിയ ഡീലുകാരെന്നായിരുന്നു ശബ്ദരേഖയിലെ വെളിപ്പെടുത്തൽ. ശബ്ദരേഖ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ശബ്ദരേഖയിലെ പരാമർശത്തിൽ നേതാക്കൾക്ക് അമർഷമുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. CPM നേതാക്കൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ സാമ്പത്തികമായി ലെവൽ മാറുമെന്ന ശരത് പ്രസാദിൻ്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. CPM നേതാക്കൾ അവരവരുടെ കാര്യം നോക്കാൻ നല്ല മിടുക്കന്മാരാണെന്ന് ശരത് പ്രസാദ് പറയുന്നു. MK കണ്ണന് കോടാനുകോടി സ്വത്തുണ്ട്. രാഷ്ട്രീയം കൊണ്ട് രക്ഷപ്പെട്ടത് MK കണ്ണൻ്റെ കപ്പലണ്ടി കച്ചവടം ആയിരുന്നുവെന്നും ശരത് പ്രസാദിൻ്റെ ശബ്ദരേഖ സന്ദേശത്തിലുണ്ട്. അതേസമയം ശബ്ദ സന്ദേശം വന്ന് ആദ്യ മണിക്കൂറിൽ ശബ്ദരേഖ തൻ്റേതാണെന്ന് സ്ഥിരീകരിച്ച ശരത്ത് പിന്നീട് മലക്കം മറിഞ്ഞു. ലഹരി കേസിൽ യൂട്യൂബർ റിൻസി മുംതാസിന് ജാമ്യം ലഭിച്ചു. ഹൈക്കോടതിയാണ് റിൻസിക്ക് ജാമ്യം അനുവദിച്ചത്. MDMA കൈവശം വെച്ചെന്ന പേരിലായിരുന്നു റിൻസിയുടെ അറസ്റ്റ്. എന്നാൽ റിൻസിയുടെ കയ്യിൽ നിന്ന് പിടികൂടിയത് മെത്താഫെറ്റിമിൻ എന്നാണ് പരിശോധനാ ഫലം. പിടികൂടിയ ലഹരി കൊമേഴ്ഷ്യൽ അളവിലല്ലായിരുന്നു. ഇക്കാര്യം പരിഗണിച്ചാണ് കോടതി റിൻസിക്ക് ജാമ്യം അനുവദിച്ചത്. ജൂലൈ 9-നാണ് റിൻസിയെയും സുഹൃത്ത് യാസർ അറാഫത്തിനെയും പോലീസ് പിടികൂടിയത്. കാക്കനാടിന് സമീപം പാലച്ചുവടുള്ള ഫ്ളാറ്റിൽ നിന്നാണ് റിൻസിയെയും സുഹൃത്തിനെയും പോലീസ് പിടികൂടിയത്. സിനിമാ പ്രൊമോഷൻ വർക്കുകളിലും റിൻസി പ്രവർത്തിച്ചിരുന്നു. ആടുജീവിതം, കാട്ടാളൻ, മാർക്കോ എന്ന ചിത്രങ്ങളുടെ പ്രൊമോഷൻ വർക്കുകളിലാണ് റിൻസി പ്രവർത്തിച്ചത്. ഉണ്ണി മുകുന്ദൻ്റെ പേഴ്സണൽ മാനേജറാണ് റിൻസി എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഉണ്ണി മുകുന്ദൻ തന്നെ അത് നിഷേധിച്ച് രംഗത്ത് വന്നിരുന്നു. കോഴിക്കോട് ബീച്ചിൽ വെച്ച് പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ച കേസിൽ തേഞ്ഞിപ്പലം സ്വദേശിയായ യുവാവ് അറസ്റ്റിൽ. പാലക്കാട്ട് വീട്ടിൽ സൈനുദ്ദീൻ 42 വയസ്സിനെയാണ് കോഴിക്കോട് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. പീഡനത്തിന് ഇരയായ കുട്ടിയുടെ പരാതിയിലാണ് അറസ്റ്റ്. നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെ ബീച്ചിൽ എത്തിയ സൈനുദ്ദീൻ കാസർഗോഡ് സ്വദേശിയായ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പരിചയപ്പെട്ട് സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു. തുടർന്ന് കുട്ടിയെ കാറിൽ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ലോഡ്ജിലേക്ക് കൊണ്ടുപോയി ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നിരവധി വീടുകളിൽ അതിക്രമിച്ച് കയറി സ്വർണ്ണാഭരണങ്ങളും പണവും മോഷ്ടിച്ചതിന് ഇയാളുടെ പേരിൽ നിരവധി കേസുകൾ നിലവിലുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. KSU SFI സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയതിനെതിരെ പ്രതിഷേധം ശക്തമാക്കി KSU. വിദ്യാർത്ഥി സംഘർഷത്തിൽ അറസ്റ്റിലായ പ്രതികളെ പോലീസ് മുഖം മറച്ച് കോടതിയിൽ ഹാജരാക്കിയതിൽ പ്രതിഷേധിച്ച് KSU ജില്ലാ കമ്മിറ്റി വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നടത്തിയ മാർച്ചിൽ സംഘർഷം. വിദ്യാർത്ഥികൾ പിന്തിരിഞ്ഞു പോകുവാൻ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. 100 കണക്കിന് വിദ്യാർത്ഥികളാണ് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ പങ്കെടുത്തത്.